തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഹിമാലയം. ഇതിൻ്റെ പല ഭാഗങ്ങളും അവകാശങ്ങൾക്കായി സമീപ രാഷ്ട്രങ്ങൾ പലപ്പോഴായി പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു യുദ്ധം തുടങ്ങിയതും ഈ പ്രശാന്ത ഭൂമിയിലാണ്. 1962 ചൈനീസ് പട്ടാളം ലഡാക്കിൻ്റെ കിഴക്കുള്ള അക്സായി ചിൻ പിടിച്ചെടുത്തു. പിന്നീട് ചൈന അവിടെ നിന്ന് പിൻവാങ്ങിയെങ്കിലും അക്സായി ചിനിൻ്റെ നിയന്ത്രണം ഇന്ത്യക്ക് വിട്ടുതന്നില്ല. അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ യുദ്ധത്തിൽ ഭാരതം പരാജയപ്പെട്ടെങ്കിലും സോവിയറ്റ് സഹായത്തോടെ പിന്നീട് ഇവിടെ വൻ സൈനിക നീക്കങ്ങൾ നടത്തി. കാശ്മീർ പ്രദേശത്തിൻ്റെ അവകാശവാദവുമായി പാകിസ്ഥാനും ഹിമാലയത്തിൽ സൈനിക ഇടപെടൽ നടത്തി. 1965 പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പാക് സൈന്യത്തെ തുരത്തിയ ഇന്ത്യ പാക് അതിർത്തി ഭേദിച്ചു. പാകിസ്ഥാനെ സഹായിക്കാനെന്നോണം ചൈന സിക്കിം അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഏതായാലും തഷ്കന്റ് കരാറോടെ ഇത്തരം കുഴപ്പങ്ങൾ കുറഞ്ഞു. ഈ കുഴപ്പങ്ങൾ തന്നെയാണ് കരാറിനു വഴിതെളിച്ചതെന്നും കരുതുന്നവരുണ്ട്. 1971 കിഴക്കൻ പാകിസ്ഥാനിൽ കുഴപ്പങ്ങൾ തുടങ്ങിയപ്പോൾ ഇന്ത്യ അവർക്കൊപ്പം നിന്നു. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. നിലവിൽ വന്ന യുണൻ ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തു. സൈനികമായും രാഷ്ട്രീയമായും ഇന്ത്യ നടത്തിയ മികച്ച മുന്നേറ്റങ്ങളിൽ ഒന്നായിരുന്നു അത്. രാജ്യാന്തര തലത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക വിജയങ്ങളിലൊന്നായി അത് മാറുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം നിലവിൽ വന്ന സിംല കരാർ മൂലം തുടർന്നുണ്ടാകുമായിരുന്ന കുഴപ്പങ്ങൾ ഒഴിവായി കിട്ടി. അരുണാചലിലും ആസാമിലും വിഘടനവാദം ഉയർന്നപ്പോൾ പാകിസ്ഥാനും ചൈനയും അവയെ കലവറ കൂടാതെ പിന്തുണച്ചു. കാശ്മീരിൻ്റെ കാര്യത്തിലും ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഇതുതന്നെ. തന്മൂലം ഹിമാലയ മേഖലയിലെ ദേശീയ അന്തർദേശീയ സംബന്ധങ്ങൾക്ക് അതീവ പ്രാധാന്യമുള്ളവയാണ്. ഇതിനിടയിലും അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാതെ തുടരുകയവ ഉണ്ടാവുകയും ചെയ്തു. ഹിമാലയം ഇപ്പോൾ 3 ആണവ ശക്തികളുടെ മേഖലയിൽ കൂടിയാണ്. പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന. പുറമേക്ക് തണുത്തുറഞ്ഞ ഹിമാലയം അങ്ങനെ എന്നും സംഘർഷം കൂടിയായിരുന്നുവെന്ന് ചുരുക്കം. പൂഞ്ചിലും ഉറിയിലും ലഡാക്കിലും അതിർത്തികളിൽ നിത്യേനയെന്നോണം വെടിയൊച്ച മുഴങ്ങിയ കാലങ്ങളുണ്ടായി. അനേകം സൈനികർ കൊല്ലപ്പെട്ടു. രാജ്യത്തിൻ്റെ പുറത്തു നിന്നുള്ള ശത്രുക്കളെപ്പോലെ തന്നെ അകത്തു നിന്നുള്ള ശത്രുക്കളും ഈ മേഖലയിൽ കടന്നുകയറി. 1980കളിൽ ഈ നുഴഞ്ഞുകയറ്റം വളരെയധികമായി. 1990കളോടെ അതിർത്തി തർക്കങ്ങളിലും കുറ്റാരോപണങ്ങളിലും രണ്ടു രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചു. ഹിമാലയത്തിലെ പട്ടാള സാന്നിധ്യം ലഘൂകരിക്കുന്നതിനും സമാധാനം പാലിക്കുന്നതിനും ലോകം ഇനിയും വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. ഹിമാലയ പർവ്വത പ്രദേശത്താണ് ടിബറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വംശത്തെ ചൈന, മറുവംശത്ത് ഹിമാലയം. ഇവിടെ യഥാർത്ഥ ടിബറ്റൻ വംശജർ 60 ലക്ഷം മാത്രമേ. ചൈനയുടെ കടന്നുകയറ്റം മൂലമാണ് ടിബറ്റിനു പുറത്തേക്ക് ടിബറ്റൻ ജനത വ്യാപിക്കാനിടയായത്. അരനൂറ്റാണ്ടുകാലത്തെ ചൈനീസ് അധിനിവേശത്തിനോ സാംസ്കാരിക വിപ്ലവകാലത്ത് മാവോയുടെ നേതൃത്വത്തിൽ നടന്ന കടുത്ത തിരിച്ചടികൾക്കോ ടിബറ്റൻ ജനതയുടെ മതവിശ്വാസത്തെയോ ആചാരത്തെയോ തകർക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ടിബറ്റ് എന്നും പ്രശ്ന സങ്കീർണ മേഖലയായി തുടർന്നു. ടിബറ്റൻ ജനതയുടെ ആത്മീയവും രാഷ്ട്രീയവുമായ മേഖലകളിലെ പരമാധികാരിയായ ദലൈലാമ 1954 ചൈനീസ് ആക്രമണത്തെ തുടർന്ന് മാവോയുമായി സമാധാന ചർച്ച നടത്തി. അതിന് ഫലമുണ്ടായില്ല. പിന്നീട് 1959 ചൈന ടിബറ്റൻ്റെ തലസ്ഥാനമായ ലാസ ആക്രമിച്ചു. ദലൈലാമ ടിബറ്റ് വിട്ട് ഇന്ത്യയിൽ അഭയം തേടി.
ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ടിബറ്റിലെ മിക്കവാറും എല്ലാ മൊണസ്ട്രീറ്റുകളും സ്തൂപങ്ങളും ചൈന തകർത്തു കളഞ്ഞു. ഒരു തരത്തിലുള്ള മതചടങ്ങുകളും ചിഹ്നങ്ങളും ആചാരങ്ങളും അനുവദിച്ചില്ല. ഇത് 1960 വരെ തുടർന്നു. 1989 ദലൈ ലാമയ്ക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചു.